നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോ. അത് നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. 2014 ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം നടപ്പിലാക്കിയ പദ്ധതികളിലൊന്നാണിത്. ഈ പദ്ധതിയിൽ ചേരാത്ത ഒരുപാട് രക്ഷിതാക്കൾ ഇനിയുമുണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ. രാജ്യത്തെ പെൺകുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടിയുള്ള പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി മുൻതൂക്കം കൊടുത്തത്. അങ്ങനെ 4 തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. 1. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. 2. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. 3. കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. 4. യുവതീ യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. സ്ത്രീകൾക്ക് വേണ്ടി മഹിളാ സേവിംഗ്സ് സ്കീം ഉൾപ്പെടെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് സുകന്യ സമൃദ്ധി യോജന. രാജ്യത്തെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ മോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണിത്. നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവാണോ? എങ്കിൽ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ചിലവേറിയതാണെന്ന്. അതിന് പരിഹാരമായാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിലാണ് രക്ഷിതാക്കൾക്കോ മാതാപിതാക്കൾക്കോ അക്കൗണ്ട് തുറക്കാൻ കഴിയുക. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ. ഒരു രക്ഷിതാവിന് അവരുടെ 2 പെൺമക്കളുടെ പേരിൽ അക്കൗണ്ട് തുറക്കാം. 3 പെൺമക്കളുള്ളവരാണെങ്കിൽ അതിൽ 2 കുട്ടികൾക്ക് മാത്രമാണ് അക്കൗണ്ട് തുറക്കാൻ കഴിയുക. പദ്ധതിയുടെ കാലാവധി 21 വർഷത്തേക്കാണെങ്കിലും 14 വർഷം നിക്ഷേപിച്ചാൽ മതി. നിക്ഷേപ തുക കുറഞ്ഞത് 250 രൂപയും പരമാവധി തുക 1.5 ലക്ഷം രൂപയുമാണ്. ബാങ്കുകൾ മുഖേനയോ പോസ്റ്റ് ഓഫീസ് മുഖേനയോ സ്കീമിൽ ചേരാൻ കഴിയും. മകൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ നിക്ഷേപ തുകയുടെ 50% പിൻവലിക്കാൻ കഴിയും. 21 വയസ്സ് പൂർത്തിയായാൽ മുഴുവൻ തുകയും പിൻവലിക്കാം. 8.2% പലിശ ലഭിക്കുക. അപേക്ഷാ ഫോം പോസ്റ്റ് ഓഫീസിൽ നിന്നോ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ്. പദ്ധതിയിൽ ചേരാൻ ആവശ്യമായ രേഖകൾ ഇതൊക്കെയാണ്: പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ID പ്രൂഫ്, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ്. അപേക്ഷ പൂരിപ്പിച്ചതിന് ശേഷം ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ രേഖകളോടൊപ്പം സമർപ്പിച്ചാൽ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അക്കൗണ്ട് തുറന്നു തരും. അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ കുറഞ്ഞ തുകയെങ്കിലും നിക്ഷേപിക്കണം. അല്ലെങ്കിൽ അക്കൗണ്ട് നിർജ്ജീവമാകും. പിന്നീട് തുറക്കണമെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ മകൾക്ക് 10 വയസ്സ് ആകുന്നതിന് മുമ്പ് സുകന്യ സമൃദ്ധി യോജനയിൽ ചേരാൻ ശ്രദ്ധിക്കുക. മെച്യൂരിറ്റിയായി ലഭിക്കുന്ന തുകയ്ക്കോ പലിശയ്ക്കോ നികുതിയില്ല എന്നത് ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്.